ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ +2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. 2019 ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ടോട്ടലി 80 മാർക്കിനാണ്. 80 മാർക്കിനാണ് +2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ഈ എക്സാം നമ്മുടെ ഓണം എക്സാമിന്റെ 2019-20 വർഷത്തെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം എക്സാം ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് കുറച്ച് പോർഷൻസ് മാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ നമ്മുടെ എക്സാമിന്. അപ്പൊ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ 1 to 6. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ആസ് ഡയറക്റ്റഡ്. ക്വസ്റ്റ്യൻസ് താഴെ പറയുന്ന പോലെ ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഡയറക്ഷൻ കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. 1 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. അവിടെ ചോയ്സ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ലൈൻസ് ഫ്രം ദ പോയം മെൻഡിങ് വാൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. I see him there, bringing a stone grasped firmly by the top, in each hand like an old stone, savage armed. അപ്പൊ നമുക്ക് ഇപ്പൊ മെൻഡിങ് വാൾ എന്ന പോയം ഉണ്ടല്ലോ, നമുക്ക് പഠിക്കാനുള്ള റോബർട്ട് ഫ്രോസ്റ്റിന്റെ മെൻഡിങ് വാൾ എന്നുള്ള പോയത്തെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആ പോയത്തിലെ 3 ലൈൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ആ ലൈൻസ് വായിക്കാം. ഐ സീ ഹിം ദർ, ഞാൻ കണ്ടു, ഞാൻ അവനെ അവിടെ കണ്ടു. ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്രാസ്പ്ഡ് ഫേംലി ബൈ എ ടോപ്പ്, ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആർമഡ്. ഇവിടെ ഐ എന്നുള്ളത് പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കറും ഹിം എന്നുള്ളത് പോയറ്റിന്റെ നെയ്ബറുമാണ്. അപ്പോൾ നമ്മുടെ മെൻഡിങ് വാൾ എന്ന് പറഞ്ഞ പോയത്തിലെ മെയിൻ തീം എന്താ? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുകൾ നല്ല അയൽക്കാരെ ഉണ്ടാക്കും എന്നാണ് മെൻഡിങ് വാൾ എന്നതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻട്രൽ തീം എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയത്തിലൂടെ പോയറ്റ് നമുക്ക് മുന്നിൽ കൺവേ ചെയ്യുന്ന മെസ്സേജസ് എന്താ? ഒരു വോള്, മതിലുകൾ ഇല്ലാതായി കഴിഞ്ഞാൽ 2 നെയ്ബേഴ്സ് തമ്മിലുള്ള ബന്ധം കൂടുതൽ വേഴ്സ് ആവുകയുള്ളൂ. അവർ തമ്മിൽ ഒരിക്കലും ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അവിടെ ഇൻ ബിറ്റ്വീൻ ദം ദർ ഇസ് നോ fences. If there is no fences between 2 neighbors, their relation won't be in a good way. അവരുടെ റിലേഷൻ ഒരു ഗുഡ് വേയിലാവില്ല. അതാണ് നമുക്ക് മെൻഡിങ് വാളിൽ തരുന്ന തീം. അപ്പൊ റോബർട്ട് ഫ്രോസ്റ്റിന്റെ മെൻഡിങ് വാളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത്. അപ്പൊ അതിൽ 3 ലൈനാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who is the I referred to here? ഇവിടെ ഐ എന്ന് റെഫർ ചെയ്തിരിക്കുന്ന ആരെയാ? മെൻഡിങ് വാളിലെ സ്പീക്കർ ആരാണ്? അല്ലെങ്കിൽ ഐ എന്ന് പറയുന്നത് ആരാ മെൻഡിങ് വാളില്? മെൻഡിങ് വാളിലെ സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ പോയറ്റ് ഹിംസെൽഫ് ആണ്. റോബർട്ട് ഫ്രോസ്റ്റ് ഹിംസെൽഫ് ആണ് അതിലെ സ്പീക്കർ. അപ്പൊ ഐ എന്ന് പറയുന്നത് ആര്? പോയറ്റിനെ ആവാം അല്ലെങ്കിൽ സ്പീക്കറിനെ ആവാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? ഐ എന്ന് പറയുന്നത് സ്പീക്കറാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ പോയറ്റിക് ഡിവൈസ് ഇൻ ദ തേർഡ് ലൈൻ. തേർഡ് ലൈനിൽ കൊടുത്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസ്, ഈ തന്നിരിക്കുന്ന ലൈനിൽ 3ാമത്തെ ലൈനിൽ കൊടുത്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് ഏതാന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഏതാ? ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ആംഡ്. ലൈക്ക് ആൻ ഓൾഡ് സ്റ്റോൺ. ലൈക്കും ആസും വരുന്ന കംസിനെ നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ചിനെ എന്താ വിളിക്കുന്നത്? ലൈക്കും ആസും കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഫിഗർ ഓഫ് സ്പീച്ചിനെ യൂഷ്വലി നമ്മൾ എന്താ വിളിക്കുന്നത്? മെറ്റഫർ എന്നാണോ അതോ സിമിലി എന്നാണോ? സിമിലി. അതുകൊണ്ട് ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ടുള്ളത് സിമിലി ആണ്. ഓക്കെ, സിമിലി. ഐഡന്റിഫൈ പോയറ്റിക് ഡിവൈസ് ഇൻ ദ തേർഡ് ലൈൻ. സിമിലി ഈസ് ദ പോയറ്റിക് ഡിവൈസ് യൂസ്ഡ് ഇൻ ദ തേർഡ് ലൈൻ ഓഫ് ദ പോയം. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. അപ്പൊ ഫസ്റ്റില് ഐ എന്ന് പറയുന്ന പോയറ്റ് ആണ്. സെക്കൻഡിലെ പോയറ്റിക് ഡിവൈസ് ഏതാ? സിമിലി ആണ്. ഓക്കെ, why does the speaker call his neighbor a savage? എന്തുകൊണ്ടാണ് സ്പീക്കർ അദ്ദേഹത്തിന്റെ നെയ്ബറിനെ ഒരു സാവേജ് എന്ന് വിളിക്കുന്നത്?
സ്പീക്കർ എന്തുകൊണ്ടാണ് അയാളുടെ അയൽക്കാരനെ ഒരു സാവേജ് എന്ന് വിളിക്കുന്നത്? അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. The poet thinks that his neighbor is no better than a stone age man. He is not only a savage, but there is also darkness in him. The darkness is not from standing in the woods, but it comes from his mind. The neighbor's favorite saying, good fences make good neighbors, is not his own, but it is a principle that he was inherited from his forefathers. ഇതാണ് അതിന്റെ ആൻസർ. അപ്പൊ നമുക്ക് നോക്കാം. The poet thinks that his neighbor is no better than a stone age man. ഈ പോയറ്റ്, അതായത് നമ്മുടെ ഈ മെൻഡിങ് വാൾ എന്ന പോയത്തിലെ സ്പീക്കർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, അദ്ദേഹത്തിന്റെ നെയ്ബർ, അയൽക്കാരൻ എന്ന് പറയുന്നത് സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞാൽ പ്രാചീന ശിലായുഗത്തിലെ ഒരു മനുഷ്യനേക്കാൾ ബെറ്റർ ഒന്നുമല്ല. അതായത് ഇവിടെ പോയിറ്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അയാളുടെ നെയ്ബർ ഒരു സ്റ്റോൺ ഏജിലെ മേനെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു പ്രാചീന ശിലായുഗത്തിലെ വ്യക്തിയെ പോലെയാണ്. ഹി ഈസ് നോട്ട് ഓൺലി എ സാവേജ്, അയാള് സാവേജ് അല്ല, ബട്ട് ദർ ഈസ് ഓൾസോ ഡാർക്ക്നെസ് ഹിം. അയാള് വെറും ഒരു സാവേജ്, അതായത് എന്താ സാവേജ് എന്ന് പറഞ്ഞാല് ഒട്ടും പരിഷ്കൃതമല്ലാത്ത, അപരിഷ്കൃതരെയാണ് നമ്മൾ പൊതുവെ സാവേജസ് എന്ന് വിളിക്കുക. അപ്പൊ ഈ നരഭോജികളൊക്കെ സാവേജസിൽ പെടുന്നവരാണ്. അപ്പോ ഈ അയാൾ വെറും ഒരു സാവേജ് മാത്രമല്ല, അയാളില് ഡാർക്ക്നെസ്, ഒരുപാട് ഇരുട്ട് എന്നുള്ളത് അയാളുടെ ബാഡ് ആയിട്ടുള്ള പാർട്ടിനെയാണ് കാണിക്കുന്നത്. ഡാർക്ക്നെസ് അയാളുടെ മൈൻഡിലെ ഡാർക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്. അയാള് സാവേജ് മാത്രമല്ല, അയാളിൽ ഒരുപാട് ഡാർക്ക്നെസ് ഉണ്ട് എന്ന് പറയുന്നു. The darkness is not from standing in the woods, but it comes from his mind. അയാൾക്ക് ചുറ്റും ഒരുപാട് ഡാർക്ക്നെസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഡാർക്ക്നെസ് അയാൾ നിൽക്കുന്ന കാടിന്റെ ഇരുട്ടുകൊണ്ടുണ്ടായ ഡാർക്ക്നെസ് അല്ല, അയാളുടെ മനസ്സിലുണ്ടായ ഡാർക്ക്നെസ് ആണ്. The neighbor's favorite saying, അയാളുടെ നെയ്ബർ ആയിട്ടുള്ള ആള് എപ്പോഴും പറയുന്ന ഒരു അയാൾക്ക് ഇഷ്ടപ്പെട്ട വാക്കാണ് ഗുഡ് ഫെൻസസ് മേക്ക്. നല്ല മതിലുകൾ നല്ല ഗുഡ് നെയ്ബേഴ്സ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുകൾ നല്ല അയൽക്കാരെ വാർത്തെടുക്കുകയാണ് അയാൾ എപ്പോഴും പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഹിസ് ഓൺ. ഇത് അയാളുടെ മാത്രം സേയിങ് അല്ല, അയാൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. ഇറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ ദാറ്റ് ഹി ഹാസ് ഇൻഹെറിറ്റഡ് ഫ്രം ഹിസ് ഫോർഫാദേഴ്സ്. ഈ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഫോർഫാദേഴ്സ്, അതായത് മുൻഗാമികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ഈ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ളത്. അപ്പൊ അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഐ എന്ന് പറയുന്നത് സ്പീക്കർ ആണ്. പിന്നെ പോയറ്റിക് ഡിവൈസ് ഏതാ? സിമിലി ആണ്. മൂന്നാമത്തതിൽ എന്തുകൊണ്ടാണ് നെയ്ബറിനെ സാവേജ് എന്ന് വിളിക്കുന്നത് എന്നാണ്. അതിന്റെ ആൻസർ ഇപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഈ മൂന്ന് ക്വസ്റ്റ്യനും നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റിന്റെ മെൻഡിങ് വാൾ എന്ന പോയത്തിനെ ബേസ് ചെയ്തുകൊണ്ട്, തന്നിരിക്കുന്ന ലൈനിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള. അപ്പൊ ഇങ്ങനെയൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പൊ നമ്മള് പഠിച്ചതിൽ 3 പോയാണുള്ളത്: ഇഫ്, മെൻഡിങ് വാള്, അതുപോലെ തന്നെ എനി വുമൺ. ഈ 3 പോയത്തിലെയും കുറച്ച് ലൈൻസ് തന്നിട്ട് ഇതിൽ സ്പീക്കർ ആരാ, അല്ലെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ആരാ, ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്, പിന്നെ റൈമിംഗ് സ്കീം എന്താ, ഇതിൽ പിന്നെ ഐ, ദേ അങ്ങനെയൊക്കെ പറയുന്നത് ഉണ്ടല്ലോ, അതൊക്കെ ആരാ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ബൈ ലൈൻ നോക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ കയറുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോമിത ഹാസ് ഒരു കോറൽ ഉണ്ടായി, ഒരു അടിപിടി ഉണ്ടായി. ഇമാജിൻ യു ആർ നോമിതാസ് ഫ്രണ്ട്. നിങ്ങൾ നോമിതയുടെ ഫ്രണ്ട് ആണെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യൂ. ഹൗ വുഡ് യു കൺസോൾ ഹെർ? നിങ്ങൾ എങ്ങനെയായിരിക്കും നോമിതയെ കൺസോൾ ചെയ്യുന്നത്? റൈറ്റ് യുവർ പീസസ് ഓഫ് അഡ്വൈസ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഗീവ് ഹെർ. നിങ്ങൾ എന്തൊക്കെ അഡ്വൈസസ് ആണ് നോമിതയ്ക്ക് കൊടുക്കുക? ആ അഡ്വൈസസ് എഴുതാനാണ് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നോമിതയും അജിത്തും, നമ്മുടെ മാച്ച് ബോക്സിലെ ക്യാരക്ടേഴ്സ് ആണ് നോമിതയും അജിത്തും. നോമിതയും അജിത്തും തമ്മിൽ ഒരു കോറൽ ഉണ്ടായി.
അപ്പൊ നമ്മള് നോമിതയുടെ ഫ്രണ്ട് ആണെന്ന് സ്വയം വിചാരിക്കുക. എന്നിട്ട് ആസ് എ ഫ്രണ്ട് ഓഫ് നോമിത നമ്മൾ നോമിതയ്ക്ക് കൊടുക്കുന്ന അഡ്വൈസസ് എന്തൊക്കെയായിരിക്കും? അങ്ങനെ ഒരു 4 അഡ്വൈസസ് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ? ഐ തിങ്ക് യു ഷുഡ് എന്നുള്ള എക്സ്പ്രഷനും വൈ കാണ്ട് യു ആ എക്സ്പ്രഷനും ഇഫ് ഐ വേർ യു ഐ ഹാഡ് ലൈക്ക് ടു സജസ്റ്റ് ഈ 4 എക്സ്പ്രഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നോമിതയ്ക്ക് കൊടുക്കേണ്ട അഡ്വൈസ് നമ്മൾ ഈ വേണം നോമിതയ്ക്ക് ഫ്രണ്ട് അഡ്വൈസ് ആയിട്ട് ഏതൊക്കെ എക്സ്പ്രഷൻ എന്താ ഓൾറെഡി അറിയാം. നീ ആലോചിച്ച് നോക്ക്, നിങ്ങൾ നിങ്ങൾ നല്ല രീതിക്ക് അതായിരിക്കാം ഫ്രണ്ട് അവൾ കൺസോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ വൈ കാണ്ട് യു, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം, വൈ കാണ്ട് യു അഡ്ജസ്റ്റ് വിത്ത് ഹിം, എന്തുകൊണ്ട് നീ അവനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാത്ത, അല്ലെങ്കിൽ വൈ കാണ്ട് യു ഡിവോഴ്സ് ഹിം, എന്തുകൊണ്ട് നിനക്ക് അവനെ ഡിവോഴ്സ് ചെയ്തുകൂടെ. ഫ്രണ്ട് അത് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ള, അങ്ങനെ നമുക്ക് അഡ്വൈസ് കൊടുക്കാം. ഐ ഹാഡ് ലൈക്ക് ടു സജസ്റ്റ്, എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്തെന്ന് വെച്ചാല്, അല്ലെങ്കിൽ എനിക്ക് നിനക്ക് തരാൻ പറ്റിയ സജഷൻ എന്താന്ന് വെച്ചാല്, അങ്ങനെ നമുക്ക് നോമിതേനെ അഡ്വൈസ് ചെയ്യാം. അപ്പൊ നോമിതേനെ ഈ 4 എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൺസോൾ ചെയ്യണം. കൺസോൾ ചെയ്തിട്ട് ആ കൺസോളേഷൻ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് വേണം. അപ്പൊ എക്സാമിന് മുന്നേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവട്ടെ, യൂസ്ഫുൾ ആയിട്ട് മാറും. കാരണം എക്സാമിന് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങളൊന്ന് എഴുതി നോക്കണം കേട്ടോ, 4ാമത്തെ ക്വസ്റ്റ്യന്റെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. 3 മെൻഡിങ് വാളിലായിരുന്നു, മറ്റേത് മാത്സ് ബോക്സിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അത് ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. റിപ്പോർട്ടഡ് സ്പീച്ച് 2 മാർക്കിനാണ് പൊതുവെ ചോദിച്ചു കാണാറ്. 2 മാർക്കിനുള്ള റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ ഒരു 4 മാർക്കിന്റെ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ, അതൊക്കെ എക്സാമിന് എന്തായാലും ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ 2 പേരുടെ കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. ആ കോൺവെർസേഷനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അവരുടെ കോൺവെർസേഷനെ റിപ്പോർട്ട് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. The conversation between Antonio Cruz and Felix Vargas in the story Amigo Brothers. Amigo Brothers അവരുടെ കോൺവെർസേഷൻ റിപ്പോർട്ട് ചെയ്യുക, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫെലിക്സ് പറയുന്നത് എന്താ? I am going to stay with my aunt Lucy in the Bronx. I am going to stay with my aunt Lucy in the Bronx. അപ്പൊ ആന്റോണിയോ പറയുന്നത് എന്താ? Yeah, it would be better for our heads. അതായിരിക്കും നമ്മളുടെ ജീവൻ രക്ഷപ്പെടാൻ. ഹെഡ്സ് മീൻസ് ഇവിടെ ലൈഫ് ആയിരിക്കും, ലൈഫ് രക്ഷപ്പെടാൻ നല്ലത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഫെലിക്സ് പറയുന്നത് എന്താ? ഞാന് ആന്റി ലൂസി, ബ്രോൺസിലുള്ള ആന്റി ലൂസിയുടെ വീട്ടിൽ പോയിട്ട് താമസിക്കാൻ പോവുകയാണ്, അങ്ങനെ ഫെലിക്സ് പറയുന്നത്.
അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയാ റിപ്പോർട്ട് ചെയ്യാം? നിങ്ങളൊന്ന് ആലോചിക്കൂ. അപ്പൊ നമുക്ക് നോക്കാം. ഫെലിക്സ് പറയാൻ എങ്ങനെയാന്ന് വെച്ചാൽ, ഫെലിക്സിന്റെ കോൺവെർസേഷൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഫെലിക്സ് സെഡ് ദാറ്റ് he was going to stay with his aunt Lucy in the Bronx. അപ്പൊ എന്താ, ഫെലിക്സിന്റെ കോൺവെർസേഷൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഫെലിക്സ് സെഡ് ദാറ്റ് he was going to stay with his aunt Lucy in the Bronx. അതാണ് നമ്മൾ ഫെലിക്സിന്റെ കോൺവെർസേഷൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ആന്റോണിയോയുടെ കോൺവെർസേഷൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ആന്റോണിയോ റിപ്ലൈഡ് അഫർമേറ്റീവ്ലി ആന്റോണിയോ റിപ്ലൈ ചെയ്യാണ്, ദാറ്റ് വുഡ് ബി ബെറ്റർ, ഇറ്റ് ദാറ്റ് ആവും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദീസ് ദോസ് ആവും, ദിസ് ദാറ്റ് ആവും, അതുപോലെ ഇറ്റ് ദാറ്റ് സോറി ദിസ് ദോസ് സോറി ദീസ് ദോസ് ആവും, ദിസ് ദാറ്റ് ആവും, ഇറ്റും ദാറ്റ് ആവും. അങ്ങനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. യെസ്റ്റർഡേ പ്രീവിയസ് ഡേ ആവും, അതുപോലെ ടുമോറോ ഡേ കമ്മിങ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ എന്നൊക്കെ ആയി മാറും. അപ്പൊ ഇത് ഇവിടെ ഇറ്റ് എന്നുള്ളത് എന്താ, ദാറ്റ് ആയി മാറി. ദാറ്റ് വുഡ് ബി ബെറ്റർ ഫോർ അവർ ഹെഡ്സ്, അവർ ദെയറായി. അപ്പൊ ആന്റോണിയോ റിപ്ലൈഡ് അഫർമേറ്റീവ്ലി ദാറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ദെയർ ഹെഡ്സ്. ഓക്കെ, അപ്പൊ ഈ കോൺവെർസേഷൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഫെലിക്സ് സെഡ് ദാറ്റ് he was going to stay with his aunt Lucy in the Bronx. അപ്പൊ ആന്റോണിയോ റിപ്ലൈഡ് അഫർമേറ്റീവ്ലി ദാറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ദെയർ ഹെഡ്സ്. അതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പോൾ എക്സാമിന് മസ്റ്റ് ആയിട്ട്, നമ്മുടെ മെയിൻ എക്സാമിന് വരെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചും എഡിറ്റിങ്ങും മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടോ, അടുത്തത് എഡിറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഇത് അഡ്വഞ്ചേഴ്സ് ഓഫ് എ ബനിയൻ ട്രീ, നമ്മൾ 10th പഠിച്ചിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഓഫ് ബനിയൻ ട്രീയിലെ ഒരു പോർഷൻ ആണ്. നമുക്ക് നോക്കാം. ദ പാസേജ് ഗിവൺ ബിലോ കണ്ടെയ്ൻസ് ഫ്യൂ എറേഴ്സ്. താഴെ കൊടുത്തിരിക്കുന്ന പാസേജിൽ കുറച്ച് തെറ്റുകളുണ്ട്. എഡിറ്റ് ദ പാസേജ്. ആ തെറ്റുകൾ തിരുത്തിയിട്ട് പാസേജിനെ എഡിറ്റ് ചെയ്യാൻ. ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻഡ്സ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ്. Hot summer days reminds me of my childhood in a little village. There were a large banyan tree in the middle right of the village, and I would spend my hours playing under it during my holidays. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വായിക്കാം. Hot summer days reminds me of my childhood in a little village. ഇങ്ങനെ വായിക്കുമ്പോൾ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു 3-4 തവണ വായിക്കുകയാണെങ്കിൽ അതിൽ എറേഴ്സ് എന്താണെന്ന് നമുക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇത് ഒറ്റ തവണ കൊണ്ട് വായിക്കാം. സമ്മർ ഡേയ്സ് റിമൈൻഡ്സ് മീ ഓഫ് മൈ village. There were a banyan tree in the middle right of village, and I spent many hours playing under it during my holidays. അപ്പൊ നമുക്ക് ഇത് വായിക്കുമ്പോൾ എവിടേക്കാ എഡിറ്റിംഗ് എറർ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നി, ഏതൊക്കെ പോർഷനെ എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? തോന്നിയോ? ഇവിടെ എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ മിഡിൽ റൈറ്റ് ഓഫ് ദ പേജ്, അത് നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. എഡിറ്റിംഗ് അങ്ങനെ 4 എഡിറ്റിംഗ്. ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 4 അതിനെ
നമുക്ക് കൂടുതൽ എഴുതാനൊന്നുമില്ല. റിമൈൻഡ് ആവും. REMIND ആവും. ഫസ്റ്റ് എഡിറ്റിംഗ്. രണ്ടാമത്തേത് എന്താ? സിംഗിൾ ആയിട്ട് സിംഗുലർ സബ്ജക്റ്റ്. സോ നമ്മൾ അവിടെ പാസ്റ്റ് ടെൻസിൽ വേർ ഉപയോഗിക്കണം, വേർ ഉപയോഗിക്കണം, അതോ വാസ് ഉപയോഗിക്കണം? കൂടുതൽ ആപ്റ്റ് വാസ്. എന്തോ ഒരു ഡിസ്കസ്റ്റിംഗ് ആയിട്ട് വില്ലേജ് എന്നുള്ള അവിടെ വരാം. റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ്. റൈറ്റ് വലതുവശത്ത്, ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ്. വില്ലേജ് നാട്. അപ്പൊ banyan tree right in the middle of the village. അതാണ് ആൻസർ വരുന്നത്. And I would spend ആണ് നമ്മുടെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത്. അപ്പൊ നമുക്ക് എഡിറ്റ് ചെയ്ത പാസേജ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. Hot summer days remind me of my childhood in the little village. There were large banyan tree in the middle right of the village, and I would spend my hours playing under it during my holidays. അതാണ് അവിടെ വരുന്ന എഡിറ്റിംഗ്. ഓക്കെ, അപ്പൊ ഈ എഡിറ്റിംഗിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്ന് വായിച്ചു നോക്കുക. എവിടൊക്കെയാണ് എറേഴ്സ് വന്നിട്ടുള്ളത്, അത് നമ്മൾ എങ്ങനെയൊക്കെയാണ് എഡിറ്റ് ചെയ്തത് എന്നൊക്കെ റിമൈൻഡ് ചെയ്ത് നോക്കുക. 4 എറേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്, അതിനൊക്കെ എഡിറ്റ് ചെയ്തു. ആ 4 എറേഴ്സും കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടും. അപ്പൊ നമ്മളിപ്പോ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതുപോലെ ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു. അങ്ങനെ 6 മാർക്കിന്റെ അങ്ങനെ ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ 6 വരെ ഡിസ്കസ് ചെയ്തു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 1 മുതൽ 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യേണ്ടതാണ്. അതിൽ നമുക്ക് ചോയ്സ് നോക്കിയിട്ട് ഒഴിവാക്കാനൊന്നുമില്ല. 1 മുതൽ 6 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യനും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Answer 5 questions from 7 to 11. 7 മുതൽ 12 വരെ. ഏഴ് മുതൽ 12 വരെ ഉള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 12 വരെ ഉള്ളത്. അപ്പൊ ഇതില് ആൻസർ ചെയ്താൽ മതി. എത്ര എണ്ണം? 5 എണ്ണം. അപ്പൊ എത്ര എണ്ണം ആൻസർ ചെയ്യുന്ന ആയിട്ടുള്ള ഇതൊന്നും വാക്ക്. അപ്പൊ നമുക്ക് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. എംപവർമെന്റ് ഓഫ് എ വുമൺ ബിഗിൻസ് അറ്റ് ഹോം. സ്ത്രീകളുടെ സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ ശാക്തീകരണം തുടങ്ങുന്നത് വീട്ടിലാണ്. ഡു യു തിങ്ക് സോ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു? റൈറ്റ് യുവർ പോയിന്റ്സ് ടു ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെന്റ്. നിങ്ങളുടെ പോയിന്റ് എഴുതിയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, എംപവർമെന്റ് ഓഫ് വുമൺ ബിഗിൻസ് അറ്റ് ഹോം, ആ സ്റ്റേറ്റ്മെന്റിനെ ന്യായീകരിക്കാൻ, ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? എംപവർമെന്റ് ഓഫ് വുമൺ ബിഗിൻസ് അറ്റ് ഹോം. ഡു യു തിങ്ക് സോ? റൈറ്റ് യുവർ പോയിന്റ്സ് ടു ജസ്റ്റിഫൈ ദിസ് സ്റ്റേറ്റ്മെന്റ്. അതാണ് 7ാമത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഒരു 4 മാർക്കിന്റെ എസ്സേ, ഒരു ഷോർട്ട് എസ്സേ എഴുതേണ്ട ടൈപ്പാണ്. 4 മാർക്കിന്റെ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒരു പുറം വരുന്നത്. അതായത് നമ്മുടെ ആൻസർ ഷീറ്റിന്റെ ഒരു പുറത്ത് ആൻസർ ചെയ്താൽ
നമുക്ക് 4 മാർക്ക് കിട്ടും. അത്രേ എഴുതാനും നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഇത് നമുക്ക് വായിക്കാം. ഇതിന്റെ ആൻസർ ഒന്ന് നോക്കാം. ഇത് നമ്മുടെ 3 L's ഓഫ് എംപവർമെന്റ് ഉണ്ടല്ലോ, ക്രിസ്റ്റ്യൻ ലഗാർഡേയുടെ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നത്. അതായത് നമ്മുടെ എനി വുമൺ, 3 L's ഓഫ് എംപവർമെന്റ്, ഇതിലൊക്കെ എന്താ സ്ത്രീ ശാക്തീകരണത്തെ പറ്റിയിട്ടാണ്, അതായത് സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എംപവർമെന്റ് ഓഫ് വുമൺ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ക്രിസ്റ്റ്യൻ ലഗാർഡേയുടെ 3 L's ഓഫ് എംപവർമെന്റിനെയാണ് അവിടെ റെഫർ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം ആൻസർ. Empowerment of women starts at home. Women's empowerment begins with a supportive family environment where they are encouraged to pursue their goals and dreams. Family members should promote gender equality and provide opportunities for women to develop their skills and talents. Empowerment starts with education, which helps women to develop self-awareness, confidence, and independence. Families should prioritize girls' education and provide access to resources and learning opportunities. Women should be treated with respect and dignity with the home, with equal rights and opportunities as men. Women in the family can serve as role models or mentors, inspiring and guiding younger generations to become confident, independent, and empowered individuals. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. എംപവർമെന്റ് ഓഫ് വുമൺ സ്റ്റാർട്ട്സ് അറ്റ് ഹോം. അതെ, സ്ത്രീകളുടെ ശാക്തീകരണം നടപ്പാക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ്. വുമൻസ് എംപവർമെന്റ് ബിഗിൻസ് വിത്ത് എ സപ്പോർട്ടീവ് ഫാമിലി എൻവയൺമെന്റ് where they can encourage it to pursue their goals and dreams. സ്ത്രീകളുടെ ശാക്തീകരണം തുടങ്ങുന്നത് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ്. അവിടെ തൊട്ടിട്ടാണ് അവർക്ക് അവരുടെ ഓരോ ഗോൾസും, ജീവിതത്തിലെ ഓരോ ഗോൾസും അച്ചീവ് ചെയ്യാനുള്ള സപ്പോർട്ട് കിട്ടി അവരെ എൻകറേജ് ആവുന്നത്, സ്വയം എൻകറേജ് ആവുന്നത് അവരുടെ ലൈഫിലെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. Family members should promote gender equality and provide opportunities for women to develop their skills and talent. ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത്, ഒരു വീട്ടിലെ ആളുകൾ എന്ന് പറയുന്നത് ജെൻഡർ ഈക്വാലിറ്റി, ലിംഗസമത്വം നൽകുന്നതും അതുപോലെ തന്നെ സ്ത്രീക്ക് അവളുടെ ടാലന്റും സ്കില്ലും എക്സ്പോസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുന്നവരും ആയിരിക്കണം. എംപവർമെന്റ് സ്റ്റാർട്ട്സ് വിത്ത് എഡ്യൂക്കേഷൻ. ശാക്തീകരണം തുടങ്ങുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ്. Women to develop self-confidence, awareness and independence. എഡ്യൂക്കേഷൻ ഒരു സ്ത്രീക്ക് അവരുടെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് അവയർനെസ്സും അതുപോലെ തന്നെ അവൾക്ക് ഇൻഡിപെൻഡൻസും ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ. അപ്പൊ എഡ്യൂക്കേഷൻ ആണ് എംപവർമെന്റിന്റെ ബേസ് എന്ന് പറയുന്നത്. ഫാമിലീസ് ഷുഡ് പ്രയോറിറ്റൈസ് ഗേൾസ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊവൈഡ് ആക്സസ് ടു റിസോഴ്സസ് ആൻഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഫാമിലി മെമ്പേഴ്സ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഗേൾസിന്റെ എഡ്യൂക്കേഷനാണ്. അതുപോലെ തന്നെ അവർക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ് റിസോഴ്സസും പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളും ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. വുമൻ ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി. സ്ത്രീകള് ഡിഗ്നിറ്റിയോടും ബഹുമാനത്തോടും കൂടിയിട്ട് വേണം ഫാമിലിയിൽ ട്രീറ്റ് ചെയ്യാൻ. അവരെ ട്രീറ്റ് ചെയ്യുന്നത് ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും ഉപയോഗിച്ചിട്ട് വേണം. വിത്ത് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ അവർക്ക് ഒരു മെന്നിന് കിട്ടുന്ന അതേ ഈക്വൽ തുല്യ അവകാശങ്ങളും തുല്യ അവസരങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണം. വുമൺ ഇൻ ദ ഫാമിലി ക്യാൻ സെർവ് ആസ് എ റോൾ മോഡൽ ഓർ മെന്റേഴ്സ്, ഇൻസ്പയറിംഗ് ആൻഡ് ഗൈഡിങ് യങ്ങർ ജനറേഷൻസ്. വളർന്നു വരുന്ന തലമുറയ്ക്ക് റോൾ മോഡലും അതുപോലെ ഇൻസ്പിറേഷനുമായിട്ട് മാറാൻ സ്ത്രീകളെ കൊണ്ട് സാധിക്കണം. അതിന് നമ്മൾ ഫാമിലിയിൽ നിന്ന് തന്നെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഒരു സ്ത്രീയുടെ ഫസ്റ്റ് ശാക്തീകരണം അല്ലെങ്കിൽ എംപവർമെന്റ് പോസിബിൾ ആവുന്നത്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് ഷുവർ ആയിട്ടിരിക്കും. അപ്പോ ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് മേരി കോം യൂസിംഗ് ദ ഹിൻസ് ഗിവൺ. താഴെ തന്നിരിക്കുന്ന ഹിൻസ്, സൂചകങ്ങൾ ഉപയോഗിച്ചിട്ട് മേരി കോമിന്റെ എന്തെഴുതാനാ? പ്രൊഫൈൽ എഴുതാനാ. പ്രൊഫൈൽ നമ്മൾ 10th തൊട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെ, 8th 9th ഒക്കെ നമ്മുടെ ഹൈസ്കൂൾ തൊട്ടിട്ട് നമ്മൾ പ്രൊഫൈൽ എഴുതാൻ ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു പ്രൊഫൈൽ എഴുതണ്ടേന്നൊക്കെ അറിയാം. അപ്പൊ മേരി കോമിന്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുള്ളത്? ബർത്ത്, എവിടെ ജനിച്ചേ, എന്നാ ജനിച്ചത്? 1st March 1983, 1983 മാർച്ച് 1 ജനിച്ചത്. പ്ലേസ് ഓഫ് ബർത്ത്, എവിടെയാ അവർ ജനിച്ചത്? കാങ്കദേയി, മണിപ്പൂർ. മണിപ്പൂരിലെ കാങ്കദേയിലാണ് ജനിച്ചത്. എഡ്യൂക്കേഷനോ മണിപ്പൂർ യൂണിവേഴ്സിറ്റി എന്നാണ്. അവാർഡ്സ്, പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് 2011, പത്മശ്രീ 2006 കിട്ടിയാണ്. പിന്നെ രാജീവ് ഗാന്ധി ഖേൽരത്ന കിട്ടിയാണ്. അർജുന അവാർഡ് ഫോർ ബോക്സിങ്, ഫേമസ് ആയിട്ടുള്ള ഒരു ബോക്സർ ആണെന്ന് നമുക്ക് ഈ ബോക്സിംഗ് മനസ്സിലാവും. ബോക്സിംഗ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ മേരി കോം ഒരു ഫേമസ് ആയിട്ടുള്ള ബോക്സർ ആണ്. പിന്നെ ഓതേർഡ് അൺബ്രേക്കബിൾ ആൻഡ് ഓട്ടോബയോഗ്രഫി. അൺബ്രേക്കബിൾ ആൻഡ് ഓട്ടോബയോഗ്രഫി എന്നുള്ള പേരിൽ ഒരു ജീവചരിത്രം, ആത്മകഥ അവർ എഴുതിയിട്ടുണ്ട്. അച്ചീവ്മെന്റ്സ് എന്താ? വേൾഡ് അമേച്വർ ബോക്സിംഗ് ചാമ്പ്യൻ ഫോർ എ റെക്കോർഡ് 6 ടൈം. 6 തവണ വേൾഡ് അമേച്വർ ബോക്സിംഗ് ചാമ്പ്യൻ ആയി തീർന്ന വ്യക്തിയാണ് നമ്മുടെ മേരി കോം. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷൻ, അവാർഡ്, ഓതേർഡ്, അച്ചീവ്മെന്റ്സ്, ഈ ഒരു 6 ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇവരുടെ പ്രൊഫൈൽ ഉണ്ടാക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതെങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. മേരി കോം വാസ് ബോൺ ഓൺ March 1, 1983 ഇൻ കാങ്കദായ്, മണിപ്പൂർ. അപ്പൊ നമ്മൾ ബർത്തും പ്ലേസ് ഓഫ് ബർത്തും ഫസ്റ്റ് ലൈനിൽ എഴുതണം. മേരി കോം വാസ് ബോൺ ഓൺ March 1, 1983 ഇൻ കാങ്കദേയി, മണിപ്പൂർ. ഇതാണ് അവരുടെ ബർത്തും പ്ലേസ് ഓഫ് ബർത്തും നമ്മൾ എഴുതുന്നത്. ഷീ ഈസ് എ റിനൗൺഡ് ബോക്സർ who completed her education at മണിപ്പൂർ യൂണിവേഴ്സിറ്റി. അവള് റിനൗൺഡ് ആയിട്ടുള്ള ഒരു ബോക്സർ ആണ്. അവളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് മണിപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഷീ ഹാസ് വോൺ ന്യൂമറസ് അവാർഡ്സ്. ഒരുപാട് അവാർഡ് അവൾ നേടിയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് പത്മഭൂഷൺ ഇൻ 2011 പത്മഭൂഷൺ കിട്ടിയിരുന്നു. പത്മശ്രീ ഇൻ 2006, രാജീവ് ഗാന്ധി ഖേൽരത്ന ആൻഡ് അർജുന അവാർഡ് ഫോർ ബോക്സിംഗ് എന്നീ 4 അവാർഡ്സ് ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. മേരി കോം ഓതേർഡ് ഹെർ ഓട്ടോബയോഗ്രഫി. മേരി കോം അവളുടെ ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരെന്താ? നെയ്മഡ് അൺബ്രേക്കബിൾ ആൻഡ് ഓട്ടോബയോഗ്രഫി. അതാണ് ആത്മകഥയുടെ പേര്. പിന്നെ അവളുടെ അച്ചീവ്മെന്റ്സ് നമ്മൾ എങ്ങനെ എഴുതും? ഹെർ അച്ചീവ്മെന്റ്സ് ഇൻക്ലൂഡ് 6 വേൾഡ് അമേച്വർ ബോക്സിംഗ് ചാമ്പ്യൻ ഫോർ എ റെക്കോർഡ് 6 ടൈംസ്. അങ്ങനെയാണ് അച്ചീവ്മെന്റ്സ് എഴുതുക. അപ്പൊ നമുക്ക് മൊത്തം പ്രൊഫൈല്, ഇത് ഇത്രയും ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ എഴുതിയ പ്രൊഫൈൽ ഒന്ന് വായിക്കാം. മേരി കോം വാസ് ബോൺ ഓൺ March 1. Mary Com was born on March 1, 1983 in Kangadai, Manipur. She is a renowned boxer who completed her education at Manipur University. She has won numerous awards, including the Padma Bhushan in 2011, Padma Shri in 2006, Rajiv Gandhi Ghel-Ratna and Arjuna Award for Boxing. Mary Com authored her autobiography named Unbreakable, an Autobiography. Her achievements include 6 World Amateur Boxing Championship titles. ഇത്രയാണ് നമ്മൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് മേരി കോമിന്റെ പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ ഉള്ളത്. ഇനി നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. The announcer turned to point to the winner and found himself alone.
The champions had already left the ring. Imagine that you are the announcer. What would you announce in this situation? Write the likely announcement. അപ്പോൾ നമ്മൾ ഇവിടെ 9ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു അനൗൺസ്മെന്റ് എഴുതാനാണ്. അനൗൺസ്മെന്റ് എങ്ങനെയുള്ളതാ? നമ്മളുടെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ് റിങ്ങിൽ വെച്ചിട്ട്. അപ്പൊ അവിടെ പറയുന്ന കമന്ററീസ് ആണ് ഇവിടെ അനൗൺസ്മെന്റ് ആയിട്ട് എഴുതേണ്ടത്. ആ റിങ്ങിൽ പറയുന്ന കമന്ററീസ് ആണ് നമ്മൾ ഇവിടെ അനൗൺസ്മെന്റ് ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ അതെങ്ങനെയായിരിക്കും? ഞാനിവിടെ ജസ്റ്റ് ഒരു മോഡൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ച് കേൾപ്പിച്ചു തരാം. നിങ്ങളും എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിലും ബെറ്റർ ആയിട്ട് വേണം അനൗൺസ്മെന്റ് അറ്റൻഡ് ചെയ്യാൻ. Ladies and gentlemen, it looks like we have had a premature celebration. I have got the winner's name right here, but it seems they are already made their way out of the ring. Well, I suppose that's one way to make a quick exit. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇത്. അനൗൺസേഴ്സ് അവരുടേതായ രീതിയിൽ അനൗൺസ് ചെയ്യുന്ന കേട്ടിട്ടില്ലേ? ഈ റിങ്ങിലും അതുപോലെ ഒരു കോമ്പറ്റീഷൻസ് നടക്കുന്നിടത്ത് അനൗൺസേഴ്സ് അനൗൺസ് ചെയ്യുന്ന കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ്. ആ രീതിക്ക് വേണം നമ്മളൊരു അനൗൺസ്മെന്റ് തയ്യാറാക്കാൻ. ഒരുപാട് കൊട്ടേഷൻസും ഡോട്ട്സും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ എഴുതാൻ. അപ്പൊ നമുക്ക് നോക്കാം. Ladies and gentlemen, it looks like we have had a premature celebration. I have got the winner's name right here, but it seems they have already made their way out of the ring. Well, I suppose that's one way to make a quick exit. In any case, the winner of the tonight match is എന്നിട്ട് വിന്നറിന്റെ പേര് കൊടുക്കാം. എന്നിട്ട് വിന്നറിന്റെ പേര് നമുക്കിവിടെ ബോക്സിംഗ് ചാമ്പ്യൻ ആണല്ലോ, അപ്പൊ നമുക്കിവിടെ മേരികോം എന്ന് കൊടുക്കാം. എന്നിട്ട് congratulations to her on her victory. Congratulations to her on her victory. ഇത്ര എഴുതാം. അപ്പൊ ഒരു അനൗൺസ്മെന്റ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാന്ന് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാന്. നമ്മള് ഒരു മേ ബി ഒരു ക്രിക്കറ്റ് നടക്കുന്നിടത്ത് അനൗൺസ്മെന്റ് ആവും, അല്ലെങ്കിൽ ഒരു ബോക്സിംഗ് നടക്കുന്നിടത്ത്, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നിടത്ത് അനൗൺസ്മെന്റ്, അല്ലെങ്കിൽ ഒരു റണ്ണിങ് കോമ്പറ്റീഷൻ നടക്കുന്നിടത്ത്. അങ്ങനെ ഒരുപാട് ഫീൽഡ്സിലെ അനൗൺസ്മെന്റ് നമുക്ക് തയ്യാറാക്കാനുണ്ടാവും. അപ്പൊ ഒരു അനൗൺസ്മെന്റ് എങ്ങനെ എഴുതും എന്നതിന്റെ മോഡൽ നിങ്ങൾ നോക്കിയിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. ഇനി 10ാം അതിൽ എന്താന്ന് വെച്ചാൽ ദ പോയം എനി വുമൺ എൻഡ്സ് വിത്ത്. ഇപ്പൊ നമ്മള് ഡീറ്റെയിൽ ആക്കി പോയാണ്. അപ്പൊ ഇതില് ഫസ്റ്റ് സ്റ്റാൻസും ലാസ്റ്റ് സ്റ്റാൻസും പറഞ്ഞിരുന്നു. അതില് അങ്ങോട്ടേക്ക് നിലയ്ക്കാത്ത മക്കളോടുള്ള സ്നേഹവും പരിഗണനയുമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഡു വി ഷോ ദ സെയിം കൺസിഡറേഷൻ ടു അവർ മദർ? അതായത് അമ്മ നമുക്ക് അൺഎൻഡിങ് ആയിട്ടുള്ള ലവും കൺസേണും ആണ് തരുന്നത്. അതേ കൺസിഡറേഷനും ലവും നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് ഓൺ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ചിൽഡ്രൻ ടുവാർഡ്സ് ദെയർ മദർ ഇൻ ദ പ്രസന്റ് ഡേ. അതായത് നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് അമ്മയ്ക്ക് മക്കളോടുള്ള ആറ്റിറ്റ്യൂഡിനും പറ്റിയിട്ടും അതുപോലെ മക്കൾക്ക് തിരിച്ച് അമ്മയുടെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡിനും പറ്റിയിട്ടും ഒരു എസ്സേ എഴുതാനാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ അതിൽ നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? അപ്പൊ ഫസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം?
ഇനി വുമൺ എന്ന് പറഞ്ഞ പോയത്തില് ഇമ്പോർട്ടൻസ് ഓഫ് മദറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മദർ ഈസ് എ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഫാമിലി ആണ്. എന്നിട്ട് ആ പോയം എൻഡ് ചെയ്യുമ്പോൾ മദർ പ്രാർത്ഥിക്കുന്നത് ടേക്ക് മീ നോട്ട് ടിൽ മൈ ചിൽഡ്രൻ ഗ്രോ. അമ്മ പ്രാർത്ഥിക്കുന്നത് ഈ കാണിക്കുന്നത് എന്താ, മക്കളോടുള്ള അൺഎൻഡിങ് ആയിട്ടുള്ള ലവും കൺസേണുമാണ്. ഒരു അമ്മ തന്റെ മക്കളെ തന്റെ ജീവനേക്കാളേറെ തന്നെ മാറ്റി നിർത്തിയിട്ട് അവളെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവളുടെ മക്കൾക്കാണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാം. പക്ഷേ മക്കളിൽ നിന്ന് അമ്മയ്ക്ക് ബിറ്ററായിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് കിട്ടുന്നത്. ആ ബിറ്റർ എക്സ്പീരിയൻസും കഴിഞ്ഞിട്ടാണ് പറഞ്ഞിട്ട് ഒരു പോയാണ്. ആ പോയിട്ട് ഒരു വൃദ്ധസദനത്തില് അമ്മയെ കൊണ്ടാക്കിയിട്ട് പോകുന്ന മകനെ നോക്കിയിട്ട് അമ്മ പറയുന്ന ഒരു ഡയലോഗുണ്ട്, എന്റെ മകൻ എന്നേക്കാൾ എനിക്കിപ്പോ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞത് അമ്മയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനുണ്ട് അമ്മ എന്ന് പറഞ്ഞ പോയത്തിൽ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ വെച്ചിട്ട് എഴുതാം, കൂടുതൽ മാർക്ക് കിട്ടും. പിന്നെ ഓൾഡ് ഏജ് ഹോംസ് നമുക്കിപ്പോ അറിയാവുന്നതാണ്. മക്കളെ നോക്കി വളർത്തുന്നത് അമ്മയാണ്. പക്ഷെ മക്കളെ എല്ലാം നേടിക്കഴിഞ്ഞ് അവരുടെ ലൈഫിലെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് അവർക്കൊരു ഫാമിലി ആകുമ്പോൾ അവര് മദറിനെ മാറ്റി നിർത്തും. അമ്മയ്ക്ക് കൊടുക്കുന്നത് ആ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് നേരിട്ടുകൊണ്ടാണ് ഓരോ അമ്മയും ജീവിക്കുന്നത്. Mothers are facing a bitter attitude from their children. അമ്മമാര് കുട്ടികളിൽ നിന്ന് ഒരുപാട് ബിറ്റർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നേരിടുന്നത്. പിന്നെ നമ്മുടെ അമ്മമാരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ആവശ്യകതയും ഒരു ഫാമിലിക്ക് അമ്മയ്ക്കുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എഴുതാം. അങ്ങനെ നമുക്കിതിൽ അമ്മയ്ക്ക് മക്കളോടുള്ള അൺഎൻഡിങ് ആയിട്ടുള്ള ലവും കൺസേണും കാണിക്കാം. അതുപോലെ തന്നെ Sudhamurthy's grandfather and Dekna act as a Horigallus, helping others to release their mental stress. Have you got any such Horigallus in your life? Write your experiences in a short paragraph. അവിടെ എന്താ ക്വസ്റ്റ്യൻ ഉള്ളത്? സുധാമൂർത്തി, ഇത് നമ്മുടെ ഹൊറിഗല്ലു ഉണ്ടല്ലോ, സുധാമൂർത്തിയുടെ സുധാമൂർത്തിയുടെ ഹൊറിഗല്ലുവിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് ഹൊറിഗല്ലു ട്രാവലേഴ്സിന് എന്താ ഫിസിക്കൽ ആയിട്ടുള്ള ബേർഡൻ ഇറക്കി വെക്കാനുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ആ ട്രാവലേഴ്സിന് മെന്റൽ ആയിട്ട് അവരുടെ സ്ട്രെസ്സും ഒക്കെ ഇറക്കി വെച്ച് ഒരു ഇമോഷണൽ റിലീഫ് കൊടുക്കാൻ അവളുടെ ഗ്രാൻഡ് ഫാദർ അവിടെ ഉണ്ട്. ഫ്രണ്ട് ആയിട്ടുള്ള രത്നി ലൂസ് ആയിട്ട്, കാരണം ഒരു ബിയറേഴ്സ് ആയിട്ട് മറ്റുള്ളവരുടെ ഇമോഷണലും ഫിസിക്കലും ആയിട്ടുള്ള എല്ലാ വെയിറ്റും ബിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹെൽപ്പിംഗ് രത്നയാവട്ടെ മറ്റുള്ളവരുടെ മെന്റൽ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഹാവ് യു ഗോട്ട് എനി സച്ച് ഹൊറിഗല്ലോസ് ഇൻ യുവർ ലൈഫ്? നമ്മുടെ ലൈഫിൽ നമ്മുടെ മെന്റൽ സ്ട്രെസ് കുറയ്ക്കി വെക്കാൻ ഏതെങ്കിലും ഹൊറിഗല്ലോസ് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് എഴുതാനാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. And they roll in the lines given. താഴെ തന്നിരിക്കുന്ന ഐഡിയ, അതായത് ഈ ലൈൻസിൽ കൊടുത്തിരിക്കുന്ന ഐഡിയയെ എലാബറേറ്റ് ഞാന്
എന്ന ഇത് നമ്മുടെ പോയത്തിലെ ലൈനാണ്. അതിൽ അമ്മ പറയുന്നുണ്ട് അവർക്ക് നേരെ വരുന്ന മക്കൾക്ക് നേരെ വരുന്ന എല്ലാ ഡേഞ്ചേഴ്സിനെതിരെയും ഞാനൊരു വാളായിട്ട് ആക്ട് ചെയ്യും. അവർക്ക് എതിരെ വരുന്ന വില്ലൻസ് മീൻസ് പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസിനെതിരെ ഞാൻ ഒരു ഡോറായിട്ട് വർക്ക് ചെയ്യും. ദോ ഹും എ വുമൺ ലൈഡ് ഇൻ എ മാംഗർ till the children grow. മൂന്നാമത്തെ ഒരു പ്രെയർ ആണ് ജീസസ് ക്രൈസ്റ്റ്. അതായത് ജീസസ് ക്രൈസ്റ്റിനെയാണല്ലോ ഒരമ്മ പുൽത്തകിടിയിൽ പ്രസവിച്ചത്. അപ്പൊ ജീസസ് ക്രൈസ്റ്റിന്റെ അടുത്ത് അമ്മ പ്രാർത്ഥിക്കുകയാണ്, എന്റെ മക്കൾ നന്നായിട്ട് വളരുന്നത് വരെ എന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കരുത്, അല്ലെങ്കിൽ എന്നെ നിങ്ങൾ മരണത്തിലേക്ക് വിളിക്കരുത് എന്ന് അമ്മ ജീസസ് ക്രൈസ്റ്റിന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. അപ്പൊ ഇതില് പറയുന്ന മീനിങ് എന്താന്ന് വെച്ചാല് അമ്മ ഇവിടെ സ്വയം എവിടെ ഒരു മെത്തേഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് തന്റെ ഫാമിലിക്ക് നേരിടുന്ന എല്ലാ പ്രശ്നത്തെയും ഡേഞ്ചേഴ്സിന്റെ അമ്മ തടഞ്ഞു നിർത്തുകയാണ്, അതൊന്നും ഫാമിലി മെമ്പേഴ്സിലേക്ക് എത്താതെ. പിന്നെ അമ്മ ഇവിടെ ജീസസ് ക്രൈസ്റ്റിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അവളുടെ ലൈഫിന് വേണ്ടി. എന്തിനാ അവളുടെ ലൈഫിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നത്? കാരണം ഒരമ്മ ഉണ്ടെങ്കിൽ മാത്രമേ തന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിക്ക് വളരാൻ പറ്റൂ. അതുകൊണ്ട് തന്റെ മക്കൾ വളരുന്നത് വരെ മാത്രമാണ് ആ അമ്മ തന്റെ ജീവന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ആ ലൈനെ എലാബറേറ്റ് ചെയ്ത് എഴുതണം. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അത്. പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. ആൻസർ എനി 5 questions in about 80 words from 13 to 19. Each carries 6 scores. അതായത് നമ്മള് 13 മുതൽ 19 വരെയുള്ള ക്വസ്റ്റ്യനിന് ഏതെങ്കിലും 5 questions ആൻസർ ചെയ്യണം. എത്ര വേർഡ്സിൽ? 80 വേർഡ്സ്. 80 വേർഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 1 2 2 പുറം ഒരു 2 പേജ് ഒക്കെ എഴുതേണ്ടി വരും. നമ്മൾ ഇത് മെയിൻ ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. One act play, The Hour of Truth, presents the unexpected crash of Gresham's bank. അപ്പൊ നമ്മൾ ദ ഹവർ ഓഫ് ട്രൂത്ത് പഠിച്ച ടൈമിൽ പഠിച്ചിട്ടുള്ളതാണ് ഗ്രഷാമിന്റെ ബാങ്കിനെ കുറിച്ച്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്രാഷ് ആണല്ലോ ഗ്രഷാമിന്റെ ബാങ്കിൽ ഉണ്ടാവുന്ന ആ പ്രോബ്ലംസിനൊക്കെയാണല്ലോ അതിൽ കാണിക്കുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ നല്ലൊരു ക്യാച്ചിങ് ആയിട്ടുള്ള ടൈറ്റിൽ വേണം, പിന്നെ സ്ഥലം വേണം, പിന്നെ ന്യൂസ് റിപ്പോർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ വേണം. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതേണ്ടത്. Read the following lines from the poem Mending Wall. Something there is that doesn't love a wall, says the poet, but his neighbor says, good fences make good neighbors. What do you understand about the character of the poet and his neighbor? Through these lines, compare and contrast the character of the poet and his neighbor. അപ്പൊ ഇത് മെൻഡിങ് വാളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ. മെൻഡിങ് വാളില് പറയുന്നത് എന്താ? പോയറ്റ്, സ്പീക്കർ നമ്മുടെ പോയറ്റ് തന്നെ. പോയറ്റ് പറയുന്നത് അയാളുടെ നെയ്ബറിനെ പറ്റിയിട്ടാ. നെയ്ബറിനെ ഒരു സാവേജ് ആയിട്ടൊക്കെ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ഒരു സാവേജിനേക്കാൾ ബെറ്റർ ഒന്നുമല്ല തന്റെ നെയ്ബർ എന്ന് അയാൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നെയ്ബർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സേയിങ് ആണ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അത് ആ നെയ്ബറിന് കിട്ടിയിരിക്കുന്നത് അയാളുടെ ഫോർ ഫാദേഴ്സിൽ നിന്നാണ് എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താ? മെൻഡിങ് വാളിലെ സ്പീക്കറിനെയും അതുപോലെ തന്നെ നെയ്ബറിന്റെയും ക്യാരക്ടേഴ്സ് കോൺട്രാസ്റ്റ്, അത് തമ്മിലുള്ള സിമിലാരിറ്റീസ് നമ്മൾ Imagine that you are the leader of this unit of your school. Who would like to invite a doctor to speech on the drastic rise in the number of old age homes? Draft an in
അപ്പോ ഈ ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ ഒരു വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ NSS നമ്മുടെ സ്കൂളിലെ NSSന്റെ ലീഡർ നാഷണൽ സർവീസ് സ്കീമിന്റെ ലീഡർ ആണെന്ന് അസ്യൂം ചെയ്യുക. നമ്മളുടെ സ്കൂളില് ഓൾഡ് ഏജ് ഹോമിന്റെ കാര്യങ്ങളെ കുറിച്ച് വർദ്ധിച്ചു വരുന്ന ഓൾഡ് ഏജ് ഹോമിനെ പറ്റിയിട്ട് ക്ലാസ് എടുക്കാൻ അപ്പൊ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള മെയിൽ എഴുതാനാണ്, ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇമെയിൽ എഴുതുമ്പോൾ എന്തൊക്കെ വേണം? നമ്മുടെ ഇമെയിൽ വേണം, ഫ്രം വേണം, ടു വേണം, CC വേണം, BCC വേണം. CC കാർബൺ കോപ്പി, B ബാൻഡ് കോപ്പി, അങ്ങനെയൊക്കെ എഴുതി നമ്മളൊരു വരച്ചിട്ട് ഒരു ബോക്സ് അതിൻ്റെ ഉള്ളിലാണ് ഇമെയിൽ. അപ്പൊ അഭിസംബോധന ചെയ്യണം, എന്നിട്ടൊക്കെ വേണം ഇമെയിൽ എഴുതാൻ. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 60 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Nowadays we hear news regarding the death of young people due to rash driving. They put the lives of themselves and others in danger. As a responsible citizen, write a letter to the editor of the prominently daily voicing your concern. അതായത് ഇന്ന് വർദ്ധിച്ച് നമ്മൾ ഒരുപാട് കേൾക്കുന്ന എന്താ ഡ്രൈവിങ്ങിന്റെ, അതായത് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന അപാകതകൾ മൂലം നിരവധി ചെറുപ്പക്കാർ മരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ്. കാരണം ഡ്രൈവിംഗ് റൂൾസ് ഒന്നും പാലിക്കാതെ റോഡിലൂടെ ഒക്കെ തോന്നിയ പോലെ വണ്ടി എടുത്തു പോയിട്ട് ഒരുപാട് ചെറുപ്പക്കാര് മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ഇതിനെ കുറിച്ചിട്ട് നമ്മള് അപ്പൊ ഇത് ഒരു വർദ്ധിച്ചു വരുന്ന ഡേഞ്ചർ ആണ്, അപകടം തന്നെയാണ്. നമ്മൾ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അതായത് നമ്മുടെ രാജ്യത്തോട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റർക്ക് കത്തെഴുതണം. ഈ ഒരു ഇഷ്യൂനെ നമ്മള് ജനങ്ങൾക്ക് മുന്നിൽ ഈ ഇഷ്യൂന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇത് മൂലം ഉണ്ടാകുന്ന ഡേഞ്ചേഴ്സ് നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വേണ്ടിയിട്ട് ഒരു കത്തെഴുതണം. കത്തെഴുതുമ്പോ ഫോർമാറ്റ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഫ്രം നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം, പിന്നെ ഫ്രം അഡ്രസ്സ് കൊടുത്തിട്ട് പിന്നെ ഡേറ്റ് ടു കൊടുക്കണം. ടു അഡ്രസ് ആർക്കാണ്? ദ എഡിറ്റർ ഓഫ് ന്യൂസ് പേപ്പർ, അങ്ങനെ കൊടുക്കണം. പിന്നെ ഡേറ്റ് കൊടുക്കണം, എന്നാണ് എഴുതുന്നത്. പിന്നെ സബ്ജക്റ്റ് കൊടുക്കണം, എന്താണ് സബ്ജക്റ്റ്. പിന്നെ സർ അല്ലെങ്കിൽ മാഡം കൊടുക്കുക. പിന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സൈഡിൽ നമ്മൾ ഡേറ്റും പ്ലേസും എഴുതുക. എല്ലാം ലെഫ്റ്റ് സൈഡിൽ വേണം. പിന്നെ നമ്മൾ എഴുതേണ്ടത് എന്താ? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, എന്നിട്ട് നെയിം, സിഗ്നേച്ചർ. ഇതാണ് നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ എഴുതേണ്ടത്. ഇത് ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് ഇതാണ്. ഫ്രം, ടു, ഡേറ്റ്, സബ്ജക്റ്റ്, സർ ഓർ മാഡം, പിന്നെ പാരഗ്രാഫ് വൈസ് ആയിട്ട് തിരിച്ച് കാര്യം എഴുതുക. ഇത്രയാണ് നമ്മൾ ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ എഴുതേണ്ടത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ. Carried away by the memoir of Sudhamurthy, you yourself are reminded of your own childhood days. Narrate an unforgettable event from your shared memories. അതായത് നമ്മുടെ സുധാമൂർത്തിയുടെ അനുഭവമല്ലോ. അപ്പോ അതില് അത് വായിച്ച ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തുണ്ടായ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഓർത്തിട്ടുണ്ടാവും. ആ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോ അതിനെ പറ്റിയിട്ട് എഴുതുക. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ. The wall in Mending Wall stands for something more than a mere wall. What else does it suggest? Prepare a write-up on the implied meaning of the word.
അപ്പൊ മെൻഡിങ് വാൾ എന്നാണ് എഗെയിൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള മെൻഡിങ് വാൾ എന്ന്. ഇപ്പൊ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടു. അതുകൊണ്ട് മെൻഡിങ് വാൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട. മെൻഡിങ് വാൾ, 3 L's ഓഫ് എംപവർമെന്റ്, എനി വുമൺ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒന്നും സ്കിപ്പ് ചെയ്യരുത്. മെൻഡിങ് വാളില് വോൾ ഉണ്ടല്ലോ, വോള് മതിലാണല്ലോ. അത് ഒരു വോള് എന്ന രീതിക്ക് മാത്രമല്ല നിലനിൽക്കുന്നത്. ഒരു വോള്, ഒരു മതില് എന്നതിനപ്പുറം മെൻഡിങ് വാള് എന്താണ് കാണിക്കുന്നത് എന്നാണ്. അതിനപ്പുറം എന്താ കാണിക്കുന്നത്? ആ 2 നെയ്ബേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ആ വോൾ കൊണ്ട് കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു റൈറ്റപ്പ് എസ്സേ എഴുതാം. is slowly disappearing from society. On your reading of the story, Amigo Brothers, write an essay on the need for keeping true friendship in life. അപ്പൊ 19ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലവും ഫ്രണ്ട്ഷിപ്പും, അതായത് യഥാർത്ഥത്തിലുള്ള സ്നേഹവും ബ്രദർഹുഡ് എന്താ, സാഹോദര്യവും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങനെ മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. On your reading of the story of Amigo Brothers, Amigo ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണ്. ഇത് വെച്ചുകൊണ്ട് നമ്മള് ഫ്രണ്ട്ഷിപ്പ് വിളിച്ചതിൽ നമ്മൾ അത് ആ ക്വസ്റ്റ്യൻ എഴുതണം. ഓക്കെ, ഒരു റൈറ്റപ്പ് എഴുതണം, 2-2.5 പേജൊക്കെ. നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Empowering women is vital for the total development of country. Prepare an article based on the speech of Christine Lagarde on how women could come out from their comfort zones and participate in the process of nation building. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. അപ്പൊ അതിൽ എന്താ പറയുന്നത് വെച്ചാല്, നമ്മൾ ക്രിസ്റ്റീൻ ലഗാർഡയുടെ സ്പീച്ച് പഠിച്ചല്ലോ, 3 L's ഓഫ് എംപവർമെന്റ്. ആ സ്പീച്ചിനെ നിർത്തിക്കൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. വുമണ്, അതായത് സ്ത്രീ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ 3 L's ഓഫ് എംപവർമെന്റിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പറയുന്നുണ്ട്, വുമൻസിനെ എംപവർ ചെയ്യാൻ 3 L's വേണം: ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ഈ 3 L's യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വുമൻസിനെ എംപവർ ചെയ്യുക. വുമൻസിന്റെ എംപവർമെന്റ് എന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു രാജ്യത്തിന്റെ ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ വിമൺ ആണ്. അതുകൊണ്ട് തന്നെ വിമൻസ് എംപവർ ചെയ്താൽ മാത്രമേ ആ കൺട്രിക്കും ഒരു ഗ്രോത്ത്, ആ രാജ്യത്തിന് ഇനി നമ്മള് അടുത്തത് എനി വുമൺ പോയം എ കാഡിൽ ടു ഹോൾഡ് മീ എന്നുള്ള പോയം തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതാനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആ 2 പോയത്തിന് നോക്കണം. ഇനി പോയത്തിന് ഇതുവരെ നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും പോർഷൻസ് അതില് സോ പഠിച്ചിട്ട് പോകും. പഠിക്കേണ്ട ഇത്രയും ചാപ്റ്റർ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ടതായി. ഏതൊക്കെയാ? മെൻഡിങ് വാള്, 3 L's ഓഫ് എംപവർമെന്റ്, എനി വുമൺ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇന്നത്തെ സെക്കൻഡ് മൈൻഡ് അപ്പ് ചെയ്യാം.